കാർമുകിലേറിക്കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 24-ാമത് വാക്യം. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്ത് കളയുന്നു, അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു എന്നുള്ള വചനമാണ്. രണ്ട് ആഴമായ പ്രസ്താവന ഈ വാക്യത്തിനുള്ളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, വിചാരണ കൂടാതെ ബലശാലികളെ തകർത്ത് കളയുന്ന ഒരു ദൈവം. ഫെലിസ്ത്യ പ്രഭുവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ വിസ്താരം കൂടാതെ വിചാരണ കൂടാതെ തകർക്കപ്പെട്ട ചരിത്രമാണ് ഗോലിയാത്തിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത്. ഇസബേലിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും സമാനമായ ചിന്ത തന്നെയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ബലശാലികളായ ചില ആളുകളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ ചില ആളുകളെ അവിടെ നിയമിച്ചാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. ശമൂവേലിനെഴുതിയ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ വരുമ്പോൾ ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുകയും ആക്കി വയ്ക്കുകയും ചെയ്തു. എന്നാൽ താൻ ദൈവത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് കണ്ടിട്ട് 31-ാം അധ്യായത്തിൽ വരുമ്പോൾ തന്നെ തകർത്ത് കളയുന്നതായ, തന്നെ ഇല്ലായ്മ ചെയ്യുന്നതായ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശമൂവേലിനെഴുതിയ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിനകത്ത് ഒരു ആട്ടിടയനായ ദാവീദിനെ ആ ശൗലിനു പകരമായി നിയമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയും ശമൂവേൽ അവിടെ എത്തി ആട്ടിടയനായ ദാവീദിനെ ബലശാലിയായ ശൗലിന് പകരം രാജാവാകുവാനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്ന് നാം വായിക്കേണ്ടതുണ്ട്. ശമൂവേലിനെഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ ശൗലിനെ പൂർണ്ണമായ ദൈവം മാറ്റിക്കളയുകയും ആട്ടിടയനായ ദാവീദിനെ ബലശാലിയായ ശൗലിന് പകരമായി ഇസ്രായേലിന് രാജാവായിട്ട് നിയമിക്കുകയും ചെയ്തു എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഈ വാക്യത്തിനുള്ളിലും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ മുമ്പിൽ ബലശാലികളൊന്നുമില്ലെന്നും ദൈവം അവരെ വിചാരണ കൂടാതെ തകർത്ത് കളയുന്നു എന്നും അധികാരത്തിൻ്റെ നിലവാരത്തിൽ മുൻപോട്ട് പോകുന്ന ചിലരെ ദൈവം തൽസ്ഥാനത്തു നിന്ന് പറിച്ചു മാറ്റിയിട്ട് ദൈവം മറ്റൊരാളിനെ അവിടെ നിയമിക്കുന്നവനാണെന്നും ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആഴമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബലത്തിനപ്പുറത്ത് ബലവാനായൊരു ദൈവമുണ്ടെന്ന് ഓർക്കണം. മാത്രമല്ല, നാം ആയിരിക്കുന്ന നിലകളിൽ നാം വിശ്വസ്തയോടുകൂടി സേവനം ചെയ്യുന്നില്ല എങ്കിൽ തൽസ്ഥാനത്തു നിന്ന് നമ്മെ മാറ്റിയിട്ട് മറ്റൊരുവിനെ നിയമിപ്പാൻ അധികാരമുള്ളവനാണ് ദൈവമെന്നും ഓർത്തുകൊണ്ടാവണം നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു വസ്തി ശക്തിയോടെ നിലനിന്നവളാണ്. എന്നാൽ അവളെ തൽസ്ഥാനത്തു നിന്നും മാറ്റി
ഒരു എസ്തേറിനെ അവിടെ ആക്കി വെച്ച ദൈവമാണ് നമ്മുടെ ദൈവമെന്നോർത്ത് നമുക്ക് ദൈവത്തിൻ്റെ ഹിതത്തിനായി സമർപ്പിച്ച് ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ബലം ഏതുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ബലവാന്മാരാക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനും ദൈവമാക്കി വെച്ച ഇടത്ത് വിശ്വസ്തയോടെ നിലനിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആക്കി വെച്ച ഇടത്തു നിന്ന് ഞങ്ങളെ പറിച്ചു മാറ്റി മറ്റൊരാളെ നിയമിക്കുകയല്ല, ഞങ്ങളെ ആക്കിയിടത്ത് വിശ്വസ്തത പാലിപ്പാനിടയാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.